UDF പ്രവേശനത്തിനായി ജോസ് കെ മാണി പലതവണ നേതാക്കളെ കണ്ടെന്ന് പാലാ MLA മാണി സി കാപ്പന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ചയെന്നും മാണി സി കാപ്പന്റെ പ്രതികരണം. കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നല്ലേ, കോൺഗ്രസ്സുകാരുടെ ജോസ് കെ മാണി ചെന്നില്ലേ? നെഞ്ചത്ത് കവി ചെന്നോണ്ട് പറയാൻ പറ്റുമോ പുള്ളിക്ക്? എത്ര വട്ടം UDF എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് പറയാമെങ്കിൽ കുരിശുപള്ളി മാധവനെ മുമ്പ് വെച്ച് പറയാമെങ്കിൽ പറയുന്ന പണി ഞാൻ ചെയ്യാം. അത് വേണ്ട. അതല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ഉണ്ടായിട്ടില്ല എന്നാ കുരിശുപള്ളി മാധവനെ മുമ്പ് വെച്ച് പറയാമെന്ന് പുള്ളിയോട് ചോദിച്ചു. ഇതിനിടെ പാലായുടെ വികസനത്തിന് മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി ജോസ് കെ മാണിയും രംഗത്ത് വന്നു. നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്തു പറയാൻ ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയും. ബാക്കിയുള്ളവരെ എല്ലാം പരിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. ഒരു നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് രണ്ടുപേർ തമ്മിലുള്ള പ്രത്യാരോപണങ്ങളായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. വളരെ ഗൗരവമേറിയ ഒരു വിമർശനം, ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് മാണി സി കാപ്പൻ. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതായി ചില സൂചനകളൊക്കെ ഇതിനു മുൻപും വന്നിരുന്നതുമാണ് അല്ലേ? സ്മിത, തീർച്ചയായിട്ടും അങ്ങനെ വെറുമൊരു ആരോപണമല്ല. പ്രത്യേകിച്ചും ഒരു MLA ആണ്, ഒപ്പം തന്നെ UDF പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ ചില മാനങ്ങളുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതി കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് നെഞ്ചത്ത് കൈവച്ച് ജോസ് കെ മാണിക്ക് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? പാലാപ്പള്ളിയുടെ മുന്നിൽ വന്നു നിന്ന് അങ്ങനെ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് ധൈര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ജോസ് കെ മാണി പറയുന്ന പണി ചെയ്യാമെന്ന് മാണി സി കാപ്പൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരു വെല്ലുവിളിയായി തന്നെ ഇതിനെ കാണണം. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളുമായി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവെന്ന്, അല്ലെങ്കിൽ ചില വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. അതിനു പിന്നാലെ വലിയ ചർച്ചകളാകുന്നു. ഈ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ, UDF പോകണമെന്നൊരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം LDF ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് LDF നിലവിൽ ഉറച്ചു നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ്, ആഴ്ചകൾ കഴിയുമ്പോഴാണ് കാപ്പന്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. അതായത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോസ് കെ മാണിയെ കണ്ണുരുട്ടി കാണിച്ചതിനെ തുടർന്നാണ് ഈ ജാഥ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിയത് എന്നുള്ളൊരു കാര്യം കൂടി കാപ്പൻ പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കാപ്പൻ പോകാനുള്ളൊരു കാരണം, ഇന്ന് ജാഥ, ഈ വികസന മുന്നേറ്റ ജാഥ പാലായിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി പാലായുടെ വികസനത്തിന് വിലങ്ങുതടിയാവുന്ന, അല്ലെങ്കിൽ പാലായുടെ വികസനത്തിന് വേണ്ടി മാണി സി കാപ്പൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. അതിന്റെ മറുപടി പറയാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം. അതായത് നമ്മൾ ചോദിച്ച ചോദ്യം, അത് ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നുണ്ടോ ജോസ് കെ മാണി എന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോഴാണ് മാണി സി കാപ്പൻ ആ പ്രതികരണം നടത്തിയത്. അതായത് ഇങ്ങനെ ഒരു തവണയല്ല, പലതവണ UDF നേതാക്കളുമായി ജോസ് കെ മാണി UDF പ്രവേശനത്തിന് വേണ്ടി കൂടിക്കാഴ്ച നടത്തി എന്നൊരു നിർണായക വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും ജോസ് കെ മാണിയും ഒപ്പം തന്നെ UDF നേതാക്കളും എന്ത് മറുപടിയാണ് ഈ ഒരു വെളിപ്പെടുത്തലിൽ നൽകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്മിത, അതെ, അതുതന്നെയാണ്. ഈ വിഷയത്തിൽ എന്തായിരിക്കും ജോസ് കെ മാണിയുടെ പ്രതികരണം? അതുതന്നെയാണ് വരും മണിക്കൂറുകളിൽ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.